എല്ലാവർക്കും നമസ്കാരം. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം അറിയാം അല്ലേ? ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. പല തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. 555 മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുറച്ച് പേരൊക്കെ ചെയ്ത് റിസൾട്ട്സും ഉണ്ടായിരുന്നു എന്നെങ്കിൽ മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1212 ആണ്. 1212 എനിക്ക് തോന്നുന്നു കുറച്ച് ഒരുപാട് പേര് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. സോ ലോ ഓഫ് അട്രാക്ഷനിൽ 1212 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിന് ഉണ്ടാകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരു ആഗ്രഹം നമ്മൾ കുറച്ച് റിപ്പീറ്റേഷൻ 21 ദിവസം റിപ്പീറ്റേഷൻ ആയിട്ട് അതിനെപ്പറ്റി ഓർക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ ഈ ഒരു മോതിരവിരലുണ്ടല്ലോ, ഇവിടെ നമ്മൾ 1212 എന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിനെ വീണ്ടും തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതരുത് എന്നുള്ളതാണ്. ഒരൊറ്റ തവണ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് 1212 എന്ന് പറഞ്ഞ് എഴുതിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് അതിനെപ്പറ്റി ഒന്ന് പറയുക. ഓക്കെ, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് പറയുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ഈ ഒരു കാര്യം പോവാതെ ഇരിക്കുക എന്നുള്ളതാണ്. സോ അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെ മാങ്ങി പൊക്കോട്ടെ, കുഴപ്പമില്ല. ആ അരമണിക്കൂർ നമ്മൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പറയാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹം കുറച്ചും കൂടെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു റിസൾട്ട്സിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1212 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ വളരെ പവർഫുൾ ആണ്. സോ ഈ 1212 എന്ന് പറയുന്ന ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ ഗോൾസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ആ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു അരമണിക്കൂർ നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ വിഷ്വലൈസേഷൻ പ്രോസസ്സ് നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. സോ നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളൊരു കാര്യം ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ റിപ്പീറ്റഡ്ലി നമ്മൾ 21 ദിവസം ഈ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പൊ എന്താണ്, 21 ദിവസം നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാണ്. സോ ഈ 1212 എന്ന് പറയുന്ന ഈ ഏഞ്ചൽ നമ്പറിന്റെ ആ ഒരു ശക്തിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ റിപ്പീറ്റഡ്ലി 21 ദിവസം കൊടുക്കുന്ന ആ ഒരു അഫർമേഷൻസും ആ പറയുന്ന ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സും കാരണം എന്ത് സംഭവിക്കുന്നു? ഇത് വളരെ ശക്തി പ്രാപിക്കുകയും നമ്മുടെ ആ ഒരു ഗോൾ എന്താണോ ആ ഒരു ഗോൾ 21 ദിവസത്തിനുള്ളിൽ നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഒരുപാട് പേര് ഇത് ചെയ്ത് റിസൾട്ട്സ് കിട്ടിയ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നിങ്ങൾക്കിത് ചെയ്യാം. ആ ചെയ്യണത് ഇപ്പോൾ ഒരു സമയം തിരഞ്ഞെടുക്കുക. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ അത് ചിന്തിക്കാൻ സമയം കിട്ടുന്നത്, ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സമയം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ് ഇങ്ങനെ മോതിരവിരലിൽ ജസ്റ്റ് 1212 എന്ന് പറഞ്ഞ് എഴുതുക. അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അരമണിക്കൂർ അതിൽ മാത്രം ഡീപ്പായിട്ടൊന്ന് ഇരിക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേക്ക് കടക്കുക. അതങ്ങോട്ട് പൊക്കോട്ടെ. 21 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മെത്തേഡാണിത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ദിസ് ഇസ് റോഷ്നി മാഡം സൈനിങ് ഓഫ്.